അലോക് പറഞ്ഞത് നിങ്ങളും അനുശ്രീയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി അനുശ്രീയെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചതാരാണ്? മേ ഐ പ്ലീസ് യുവർ ഓണർ, ഇവിടെ വാദിഭാഗം വീണ്ടും കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. മൈ ലോർഡ്, ഞാൻ എൻ്റെ വാദം അവതരിപ്പിക്കുകയാണ്. മിസ്റ്റർ കൗൺസിൽ, ലെറ്റ് ഹിം കണ്ടിന്യൂ. മൈ ലോർഡ്, വാദിഭാഗം പറയുന്നത് അനുശ്രീ എൻ്റെ കക്ഷിയോട് മാപ്പ് പറയാൻ വേണ്ടിയാണ് അലോകിനെ കാണാൻ പോയതെന്നാണ്. എന്നാൽ ഈ കോടതിയോട് എനിക്കൊരു ചോദ്യമുണ്ട്. പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു പെൺകുട്ടി ഒരാൾ വിളിച്ചു എന്ന ഒരു കാരണത്താൽ മാത്രം പാതിരാത്രി ആരെയും അറിയിക്കാതെ വീട്ടിൽ നിന്നിറങ്ങി പോവോ? എന്തിനു വേണ്ടി? മാപ്പ് പറയാൻ. ആ വാദം വിശ്വസിക്കാൻ ഈ കോടതിക്ക് കഴിയുമോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതിഭാഗം വസ്തുതകളല്ല, അനുമാനങ്ങളാണ് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മൈ ലോർഡ്, ഞാൻ പറയുന്നത് അനുമാനമല്ല, ഈ കേസിലെ രേഖകൾ തന്നെയാണ്. മിസ്റ്റർ കൗൺസിൽ, പ്ലീസ് സിറ്റ്. ലെറ്റ് ഹിം കംപ്ലീറ്റ്. ഈ കേസിലെ FIR, പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്ന മൊഴികൾ, ഇതിൽ ഒരിടത്ത് പോലും അലോകിനെ കാണാൻ പോകുന്ന വിവരം അനുശ്രീ സ്വന്തം മാതാപിതാക്കളെ അറിയിച്ചതായി പറയുന്നില്ല, സഹോദരങ്ങളെ അറിയിച്ചതായും പറയുന്നില്ല, വീട്ടിലുള്ള മറ്റാരെങ്കിലും അറിയിച്ചതായും പറയുന്നില്ല. അതിന്റെ അർത്ഥം സ്വന്തം തീരുമാനപ്രകാരമാണ് ഈ പെൺകുട്ടി എന്റെ കക്ഷിയെ കാണാൻ പോയതെന്നാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ദ കൗൺസിൽ ഈസ് ഡ്രോയിങ് കൺക്ലൂഷൻസ്. സാക്ഷിമൊഴി വരുന്നതിന് മുൻപ് ഇത്തരം നിഗമനങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. മൈ ലോർഡ്, ഞാൻ നിഗമനമല്ല പറയുന്നത്, രേഖകളിലുള്ള വസ്തുതകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. പ്രൊസീഡ്. മൈ ലോർഡ്, യഥാർത്ഥത്തിൽ അന്ന് നടന്നത് വാദിഭാഗം പറയുന്നത് പോലെ അല്ല. ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചതോടെ വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ അനുശ്രീ മാനസികമായി തളർന്നു. ആ സമയത്താണ് ഈ പെൺകുട്ടി എന്റെ കക്ഷിയെ ബന്ധപ്പെടുന്നത്. നേരിൽ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്റെ കക്ഷി ആ തീരുമാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അതിന് തയ്യാറാകുന്നില്ല. ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി താനുള്ള സ്ഥലം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. മൈലോട്ട്, ഈ കോടതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പാതിരാത്രിയിൽ ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും ഭീഷണിപ്പെടുത്തിയിട്ടുമല്ല, മറ്റാരുടെയും പ്രേരണയും ഇല്ലാതെ ഈ പെൺകുട്ടി സ്വന്തം തീരുമാനപ്രകാരം എന്റെ കക്ഷി അലോകിന്റെ അടുത്തേക്ക് എത്തുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ സ്വന്തം കഥ അവതരിപ്പിക്കുകയാണ്. അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവ് പോലും കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മൈ ലോർഡ്, തെളിവുകൾ ഹാജരാക്കേണ്ട സമയം വരുമ്പോൾ അതും ഹാജരാക്കും. ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രതിഭാഗത്തിന്റെ കേസ് മാത്രമാണ്. പ്രൊസീഡ്. താങ്ക് യു മൈ ലോർഡ്. അവിടെ എത്തിയ അനുശ്രീ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നും വീട്ടുകാർ നിർബന്ധിക്കുകയാണെന്നും എന്റെ കക്ഷിയോട് പറയുന്നു. എന്റെ കക്ഷി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. തിരികെ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അനുശ്രീ അതിന് തയ്യാറാകുന്നില്ല.
ഒടുവിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ ഭീഷണിപ്പെടുത്തുന്നു. ഒരു പെൺകുട്ടി തന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ മനുഷ്യത്വമുള്ള ഏതൊരാളും ചെയ്യുന്നത് പോലെ എന്റെ കക്ഷിയും ചെയ്തുള്ളൂ. ഒബ്ജക്ഷൻ യുവർ ഓണർ. മനുഷ്യത്വം എന്നത് നിയമപരമായ ഒരു വാദമല്ല. പ്രതിഭാഗം കോടതിയുടെ സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മൈ ലോർഡ്, ഞാൻ സഹതാപമല്ല ചോദിക്കുന്നത്. വാദിഭാഗം കെട്ടിച്ചമച്ച കള്ളക്കഥയുടെ യാഥാർത്ഥ്യം കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. പ്രൊസീഡ്. താങ്ക് യു മൈ ലോർഡ്. അപ്പോഴാണ് അനുശ്രീ ഇന്നൊരു രാത്രി ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്നും നാളെ രാവിലെ എന്നെ വീട്ടിലെത്തിച്ചാൽ ഈ വിവാഹം ഞാൻ തന്നെ മുടക്കിക്കോളാമെന്നും എന്റെ കക്ഷിയോട് പറയുന്നത്. എന്റെ കക്ഷി ആ വാക്കുകൾ വിശ്വസിക്കുന്നു. പിറ്റേന്ന് രാവിലെ അവരൊരുമിച്ച് ദേവമംഗലത്തേക്ക് എത്തുന്നു. അവിടെ വരനും പെൺകുട്ടിയുടെ വീട്ടുകാരും വരന്റെ ബന്ധുക്കളും എല്ലാവരും അനുശ്രീയെ കാണാതെ പരിഭ്രാന്തരായി നിൽക്കുന്ന സമയത്ത് സംഭവിച്ചതെല്ലാം തുറന്നു പറയാനാണ് എന്റെ കക്ഷി അവിടേക്ക് വന്നത്. പക്ഷെ അവിടെ നടന്നത് എന്റെ കക്ഷിയെ പോലും ഞെട്ടിച്ച സംഭവമാണ്. അനുശ്രീ അലോക് തന്നെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് കഴുത്തിലെ താലി ഉയർത്തി കാണിക്കുന്നു. മൈ ലോർഡ്, ഒരു മനുഷ്യനെ വിശ്വസിപ്പിച്ച് സഹായം അഭ്യർത്ഥിച്ച് ഒടുവിൽ അതേ മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയാക്കി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്റെ കക്ഷിയാണ്. പക്ഷേ ഈ കേസിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ആരെയാണ് കോടതി വിചാരണ ചെയ്യേണ്ടത് എന്ന ചോദ്യം ഉയരുന്നു. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തകർത്തതിന് ഉത്തരം പറയേണ്ടത് എന്റെ കക്ഷിയല്ല, അനുശ്രീയാണ് മൈ ലോർഡ്. കള്ളം! ഇയാൾ ഈ വിളിച്ചു പറയുന്ന ഒന്നും സത്യമല്ല. എന്റെ മോളെ മനഃപൂർവ്വം അപമാനിക്കാനാ ഈ വക്കീൽ ശ്രമിക്കുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തകർത്തതിന് ഉത്തരം പറയേണ്ടത് എന്റെ കക്ഷിയല്ല, അനുശ്രീയാണ് മൈ ലോർഡ്. കള്ളം! ഇയാൾ ഈ വിളിച്ചു പറയുന്ന ഒന്നും സത്യമല്ല. എന്റെ മോളെ മനഃപൂർവ്വം അപമാനിക്കാനാ ഈ വക്കീൽ ശ്രമിക്കുന്നത്. ഓർഡർ 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 ഇൻ ദ കോർട്ട്. ഒരിക്കൽ കൂടി നിങ്ങൾ കോടതി നടപടികൾ തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾക്കെതിരെ എനിക്ക് കർശന നടപടി സ്വീകരിക്കേണ്ടി വരും. യുവർ ഓണർ, പ്രതിഭാഗം ഈ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചതെല്ലാം അടിസ്ഥാനരഹിതമായ ഒരു കഥ മാത്രമാണ്. എന്റെ കക്ഷിയെ മാനസികമായി തളർത്താനും സംഭവങ്ങളുടെ യാഥാർത്ഥ്യം മറച്ചുവെച്ച് കോടതിയുടെ മുന്നിൽ കെട്ടിച്ചമച്ച ഒരു കഥ അവതരിപ്പിക്കാനുമാണ് പ്രതിഭാഗം ശ്രമിക്കുന്നത്. എന്റെ കക്ഷി പോലീസിന് നൽകിയ ആദ്യ മൊഴി മുതൽ ഇന്നുവരെ ഒരു വാക്കുപോലും മാറ്റിയിട്ടില്ല. ആ മൊഴി കോടതിയുടെ രേഖകളിലുമുണ്ട്. സത്യാവസ്ഥ ബോധ്യപ്പെടണമെങ്കിൽ എന്റെ കക്ഷിയെ കോടതി നേരിട്ട് വിസ്തരിച്ചാൽ മാത്രം മതി. സത്യം ഈ കോടതിയുടെ മുന്നിൽ തെളിയും. ഈ കേസിന്റെ തുടർ വിചാരണ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ നടക്കുന്നതാണ്. വാദിയായ അനുശ്രീയെ ഉച്ചയ്ക്ക് ശേഷം കോടതി വിസ്തരിക്കും. കോർട്ട് സ്റ്റാൻഡ്സ് അഡ്ജേർൻഡ് ടിൽ പോസ്റ്റ് ലൈൻ സെഷൻ. ബാലേട്ടാ, അനുശ്രീയുടെ വാദം ഉച്ചയ്ക്ക് ശേഷം. മോളെ,
മോൾ ഇതുവരെ നിന്ന അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നാ മതി. രവിവർമ്മ വക്കീൽ പലതും ചോദിക്കും. ടെൻഷൻ ആവാതെ സമാധാനമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. മോളെ, സത്യം നമ്മുടെ ഭാഗത്തുള്ളപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെ ഇങ്ങനെ കാണുമ്പോ പാവം തോന്നുന്നു. പാവോ? നിന്റെ ജീവിതം തകർക്കാൻ നോക്കിയാണ് അവൻ. അവനോടൊരു തരി പോലും സഹതാപം പാടില്ല. മോളെ, അവന്റെ കൂടെ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ പിന്നെ നിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈശ്വരാധീനം കൊണ്ടാ നീ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഗുരുവായൂരപ്പൻ നിന്നെ രക്ഷിച്ചത് വെറുതെ അല്ല അനു. ഇവനെ പോലുള്ളവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. എടാ ബാല, നിന്റെ മോളോട് പറയാനുള്ളതൊക്കെ നീ ഇപ്പൊ പറഞ്ഞോ. ഉച്ച കഴിഞ്ഞ് കോടതി കൂടുമ്പോ എന്റെ മോൻ പുറത്തിറങ്ങും. കള്ളക്കേസ് കൊടുത്ത് അവനെ ഇത്രയും ദിവസം ജയിലിലിട്ടതിന് ഇവളകത്തു പോവും. കോടതി കൃഷ്ണമംഗലത്തുകാര് വിലയ്ക്ക് വാങ്ങിയിട്ടൊന്നുമില്ലല്ലോ. വിധി കോടതി തീരുമാനിക്കും. ഇവിടുന്നിപ്പോ നിന്റെ മോനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന് നീ ഒന്ന് നോക്ക്. ജാമ്യത്തിലല്ലടാ, അവൻ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും. എന്നിട്ട് ആഘോഷമായിട്ട് ഞാൻ എന്റെ മോനെ ഇവിടുന്ന് കൊണ്ടുപോകും. എന്നാ നിന്റെ വക്കീലിന്റെ കോട്ട് നീ വാങ്ങിച്ചിട്. എന്നിട്ട് നീ വാദിക്ക്. കൃഷ്ണമംഗലത്തെ അച്യുതനല്ലേ വാദിക്കുന്നേ. ജഡ്ജി തൊഴുതുകൊണ്ട് നിന്റെ മോൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കും. ചെല്ലടാ, നീ പോയി വാദിക്ക്. എടാ, നിന്റെ ഈ പരിഹാസം മാറും. നീ കരയും. അച്യുത, ഇത് കോടതിയാണോ? ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. കേട്ടോ, നമ്മളോട് ഇത്രയൊക്കെ ചേട്ടാ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? എടാ, എനിക്ക് അഹങ്കരിക്കാം. സത്യം എന്റെ മോളുടെ ഭാഗത്താ. പക്ഷേ നീ ആ ഫ്രോഡ് ചെറുക്കന്റെ തന്തയാ. നിനക്ക് അഹങ്കരിക്കാൻ ഒരു അവകാശവും. എന്റെ മോനെ നീ എന്താണ് പറഞ്ഞത്? ഫ്രോഡെന്നോ? അച്യുത, വെറുതെ നീയായിട്ടൊരു പ്രശ്നത്തിന് പോകരുത്. അത് നമുക്ക് ദോഷം ചെയ്യും. എടാ ബാല, ഹൈക്കോടതിയിലെ കൊടികെട്ടിയ വക്കീലിനെ കൊണ്ടുവന്ന വെറുതെ അല്ല. അത് എനക്ക് കുറച്ച് കഴിയുമ്പോ ബോധ്യാവും. എടാ, സത്യം ഞങ്ങളുടെ ഭാഗത്തുള്ളപ്പോ നീ ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതിയിലെ വക്കീലിനെ കൊണ്ടുവന്നാലും എനിക്കതൊരു വിഷയമല്ല. എന്താണ് നിനക്ക്? ബാലേട്ടാ, വേണ്ട. ഇവിടെ വെച്ചൊരു വാക്കേറ്റം ഉണ്ടാവരുത്. അത് കേസിനെ സാരമായി ബാധിക്കും. കോടതിക്ക് പുറത്തുള്ള ഓരോ കാര്യവും ചിലപ്പോ കോടതിക്കകത്തും വിഷയമാവും. മിസ്റ്റർ അച്യുതവർമ്മ, കോടതിക്ക് പുറത്തുള്ള വാക്കേറ്റങ്ങൾ കൊണ്ട് ഈ കേസ് ജയിക്കാനാവില്ല. നിങ്ങളുടെ മകന് വേണ്ടി കോടതിയിൽ വാദിക്കാൻ ഞാനുണ്ട്. അതുകൊണ്ട് ഇനി ഒരു വാക്ക് പോലും വേണ്ട. വരൂ. നീ വാ. അല്ല, നമുക്കെന്തെങ്കിലും കഴിച്ചാലോ? ഇനി 2 മണിക്കല്ലേ കോടതിയുള്ളൂ. ആ, അത് ശരി. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. അല്ല, വക്കീല് വരുന്നില്ലേ? എന്റെ ഭാര്യയും ഇതേ കോടതി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. ദിവസവും ഞങ്ങൾ ഒരുമിച്ചാ ഭക്ഷണം കഴിക്കുന്നത്. ആ പതിവ് ഇന്നും തെറ്റിക്കണ്ടല്ലോ. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. 2 മണിക്ക് മുമ്പ് എത്തണം. ശരി ശരി. വാ, നടക്ക. വാ മോളെ. എനിക്കൊരു സമാധാനം ഇല്ലേ ഏട്ടത്തി. കോടതിയിൽ ഇപ്പൊ എന്തായോ ആവോ. അച്ചോട്ടനാണെങ്കിൽ വിളിക്കുന്നുമില്ല. അലോകിനെ കൊണ്ടേ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടല്ലേ അവര് പോയിരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കും രാജശ്രീ. അതല്ല ഏട്ടത്തി, അനുശ്രീ എങ്ങനെ മൊഴി കൊടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കാര്യങ്ങൾ എന്നാ വക്കീല് പറഞ്ഞത്. പക്ഷെ നമ്മുടെ വക്കീല് സ്ട്രോങ് അല്ലേ രാജശ്രീ? അനുശ്രീ പറയുന്നതൊക്കെ വക്കീല് കൃത്യമായിട്ട് നേരിടും. ഒരു അനുശ്രീ
ഇവിടെ കേറി വന്ന് അവള് നാടകം കളിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് അടിച്ചിട്ട് ഇറങ്ങി പോകും പോലെയല്ലേ അവള് പോയത്. ദേ നന്ദിതേട്ടത്തി, ഞാൻ വീണ്ടും പറയാ, എത്രയും പെട്ടെന്ന് മിത്രയെ തിരികെ ഇവിടെ കൊണ്ടുവരണം. അനന്തേട്ടനെ ഏട്ടത്തെയും കൂടി ചെന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരണം. വന്നില്ലെങ്കിൽ ബലമായി പിടിച്ചുകൊണ്ടുവരണം. അലോകിന്റെ പെണ്ണായി ഇവിടെ വന്ന അനുശ്രീക്ക് ഇറങ്ങി പോകാമെങ്കിലേ ആര്യന്റെ ഭാര്യയായി ഇറങ്ങിപ്പോയ മിത്രയ്ക്കും തിരിച്ചു വരാം. രണ്ടുപേരും നടത്തിയത് ഒരേ നാടകമായിരുന്നല്ലോ. വരട്ടെ രാജശ്രീ, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. എന്ത് കഴിയട്ടെന്ന്? ഇതൊക്കെ ഇതിന്റെ വഴിക്ക് അങ്ങ് നടക്കും. ഇനി ആ ന്യായം പറഞ്ഞോണ്ടേ ഇക്കാര്യം താമസിപ്പിക്കണ്ട. എനിക്കറിയാം ഏട്ടത്തിയുടെ കൂറ് അപ്പുറത്താ. ആര്യനെ മരുമോനായി നിങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ഏട്ടത്തി, അക്കാര്യം മാത്രം നിങ്ങൾ മോഹിക്കണ്ട. ആര്യനും മിത്രയും ഈ കൃഷ്ണമംഗലത്തിന്റെ പടി ചവിട്ടണമെങ്കിൽ രാജശ്രീ മരിക്കണം. എന്റെ മോനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതേ ആ ആര്യനാ. അലോകിനെ തല്ലി കൊല്ലാൻ നോക്കി. ദേ ഏട്ടത്തി, ആര്യന് ഞങ്ങൾ വലിയ തിരിച്ചടിയായിരിക്കും കൊടുക്കുന്നേ. ചിലപ്പോ അവൻ ഈ ഭൂമിയിൽ പോലും കാണാത്ത രീതിയിലായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത്. അതാ പറഞ്ഞത് മിത്രയെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആര്യന്റെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം. പറഞ്ഞു നീ എങ്ങോട്ടാ രാജശ്രീ കയറി പോകുന്നത്? ആര്യനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നു. ആരെ സംഹരിക്കണമെന്ന് തീരുമാനിക്കാൻ ഭഗവാനുണ്ട്. ദുഷ്ടന്മാരുടെ മേലാ വിധിയുടെ കൈ വീഴുന്നത്. അലോകിന്റെ കേസ് വിചാരണ നടക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കാം നമുക്ക്. അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുകയല്ല വേണ്ടത്. എന്റെ ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയെ വേദനിപ്പിച്ചതൊന്നും അല്ല. ദേ, നമ്മൾ അനിയന്റെയും ചേട്ടന്റെയും ഭാര്യമാരാ. എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണോ ഏട്ടത്തി? അയ്യോ അച്ചുവേട്ടൻ, അച്ചുവേട്ടാ എന്തായി? വെറുതെ വിട്ടല്ലോ അല്ലേ? ആ, വാദം കഴിഞ്ഞിട്ടില്ല. അയ്യോ, ഉച്ചയ്ക്ക് ശേഷം അനുശ്രീയുടെ വാദം. പേടിക്കാനൊന്നുമില്ല, നമ്മുടെ വക്കീല് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അനുശ്രീ ഇപ്പൊ തന്നെ വരേണ്ടി നിൽക്കുക. വക്കീലിന്റെ ചോദ്യത്തിന് മുമ്പിൽ അവള് പതറി ബോധം കെട്ട് വീഴും, ഉറപ്പാ. മതി, അത്രയും കേട്ടാ മതി. ഞാനിവിടെ ആദ്യം കയറി നിൽക്കായിരുന്നു. ആ അച്ചുവേട്ടാ, അലോക് എങ്ങനെയുണ്ട്? ആ, അവന് ചെറിയൊരു വിഷമമുണ്ട്. വിധി വരുന്നതോടെ എല്ലാം മാറും. പെട്ടെന്ന് വാ ഏട്ടാ, ഞാൻ അലോകിനെ കാണാൻ വേണ്ടി കൊതിച്ചു നിൽക്കുക. വിധി വന്നു കഴിഞ്ഞ 1/2 മണിക്കൂറിനകം ഞങ്ങൾ അവിടെ എത്തും. ആ, എന്തായി നന്ദിതേട്ടത്തി, എല്ലാം മംഗളായിട്ട് വരിക. ഏട്ടത്തി, നമ്മുടെ വക്കീല് പൊളിച്ചടുക്കുമെന്നാ പറയുന്നേ. നമ്മള് ജയിക്കും. ആ ദേവമംഗലേ ഗോപി വരയ്ക്കും. ഈശ്വര, എല്ലാം നന്നായി വരണേ. അലോകിനെ വെറുതെ വിടണേ.
സുഖമായിട്ടിരിക്കും. CW അനുശ്രീ അനുശ്രീ ബാലേട്ടാ, മോളെ നീ ഒന്നും പേടിക്കണ്ട. നിനക്ക് പറയാനുള്ളത് കോടതിക്ക് മുന്നിൽ ധൈര്യത്തോടെ പറയാം. മോളെ ചെല്ല. ഈശ്വര, അനുശ്രീ, ഭയപ്പെടാൻ ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായും സ്പഷ്ടമായും സത്യസന്ധമായും മറുപടി പറയുക. മനസ്സിലായോ? അനുശ്രീ, അനുശ്രീയുടെ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി പ്രതിയായ അലോക് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നത് സത്യമാണോ? സത്യമാണ്. അനുശ്രീ, ആ സംഭവം എങ്ങനെയാണ്? പ്രതി നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങളെ ബലമായി തട്ടിക്കൊണ്ടുപോയതാണോ? എത്ര നാൾ ഈ കേസിന്റെ പുറകെ ഇങ്ങനെ നടക്കണം? വർഷങ്ങളായി കേസിന്റെ പിന്നാലെ നടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഇനി ഈ കേസും വിധി പറയാൻ വർഷങ്ങളായാലോ? അനുശ്രീയുടെ മൊഴി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാ എന്റെ മോനെ പിടിച്ച് തള്ളുന്നേ? അവൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവനോട് കുറച്ച് മാന്യമായി പെരുമാറിക്കൂടെ? അവന് ജീവപര്യന്തം വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് ഞാൻ അടങ്ങും.